ഇന്നലെ തടവ് പുള്ളികളുടെ ശമ്പള വർധനവിനെതിരെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിന് സമ്മിശ്ര പ്രതികരണങ്ങളുണ്ടായി. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു 99% കമൻസും അതിനെ വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഞാൻ ഈ പറഞ്ഞ വ്യൂവിനോട് ചേർന്നുകൊണ്ടുമാണ്. അപ്പോൾ സഖാക്കൾ എവിടെയും നുഴഞ്ഞു കയറുമല്ലോ. ഇപ്പോഴും സഖാക്കൾ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളതിന് തെളിവുണ്ട്, സൈബർ സഖാക്കൾ. അപ്പം ഞാൻ പറഞ്ഞതിൽ അപ്പോൾ കുറച്ച് പേര് അത് ചൂണ്ടിക്കാണിച്ചത് ശരിയായ ഒരു കാര്യമാണ്. കാരണം അതിൻ്റെ ആ ക്യാപ്ഷൻ, അതായത് അതിൻ്റെ തമ്പനെയിൽ കൊടുത്തപ്പോൾ അത് തോന്നിവാസം എന്നായിപ്പോയി. അത് തോന്നിയാസം എന്നുള്ളത് മതിയായിരുന്നു. അപ്പോൾ അത് ഞാനല്ല ഇതൊന്നും ചെയ്യുന്നത്. ഞാനിത് ഈ വീഡിയോ പറഞ്ഞു കൊടുക്കുകയുള്ളൂ ചെയ്യുന്നത്. ഇത് എഡിറ്റ് ചെയ്യാൻ ഒരാളുണ്ട്, അദ്ദേഹം എഡിറ്റ് ചെയ്യും. അപ്പോൾ ഈ ക്യാപ്ഷനൊക്കെ എന്ത് വേണം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് ഞാൻ വോയിസ് മെസ്സേജായിട്ട് കൊടുക്കുകയുള്ളൂ, അത് അടിച്ചു വരും. ഇത് ഞാൻ പിന്നെ കാണുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞായിരിക്കും ഞാനിത് കാണുന്നത്. ഈ കമൻറ്റ് 1-2 കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, അദ്ദേഹം അത് കറക്റ്റ് ചെയ്ത് കാണും എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഇപ്പോൾ എനിക്ക് കറക്റ്റ് ചെയ്തതാണ് കിട്ടിയേക്കുന്നത്. ഒരു കറക്റ്റഡാണ്. മനുഷ്യനല്ലേ സുഹൃത്തുക്കളെ, തെറ്റ് പറ്റും, ഒന്ന് സഹിച്ചൂടെ? അല്ലാതെ ഇത് ഈ മലയാളത്തിൽ ഇന്നതുപോലെ എഴുതണം, അങ്ങനെ എഴുതണം, എനിക്കറിയാം. പക്ഷേ എല്ലാവർക്കും അങ്ങനെ അറിയണമെന്ന് നമ്മൾ വിശ്വസിക്കാൻ പറ്റുമോ? വിചാരിക്കാനും പറ്റുമോ? ഓക്കെ, അത് പോയിക്കോട്ടെ. ഇനി അതല്ല, അപ്പോൾ ഒരു സുഹൃത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചത്, ഇനി മുതൽ ഈ ജഡ്ജിമാർ ഈ ജഡ്ജ്മെൻറ്റ് പറയുമല്ലോ, അതായത് നിങ്ങളെ 10 വർഷം തടവിന് ശിക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് പകരം പറയേണ്ടത്, നിങ്ങളെ ഞാൻ ഇന്ന് മുതൽ നിങ്ങൾക്ക് പ്രതിമാസം 18,600 രൂപ ശമ്പളത്തിൽ ഞാൻ ഒരിടത്ത് നിയമിച്ചിരിക്കുകയാണ്. അവിടെ പോയി കിടക്കണം. അവിടുന്ന് എന്തെങ്കിലും ചെറിയ ചില്ലറ ജോലികളൊക്കെ കിട്ടും, അതുമൊക്കെ ചെയ്താൽ മാത്രം മതി. 3 നേരം സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം കിട്ടും, ആഹാരം കിട്ടും. പിന്നെ 2 നേരം ചായ, കടി മുതലായ അസുലഭ വസ്തുക്കളും കിട്ടും കേട്ടോ. ഇതൊക്കെ ഒരു ശരാശരി മലയാളിക്ക്, ശരാശരി ഇന്ത്യക്കാരന് അന്യമാണ് ഈ പറഞ്ഞതൊക്കെ. എന്നാലും ഇതെല്ലാം കിട്ടും. അപ്പോൾ 10 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, 10 വർഷത്തേക്ക് ശിക്ഷിച്ച ഒരാളാണെന്നിരിക്കും, 10 വർഷം കഴിഞ്ഞ് ശിക്ഷിച്ചു വരുമ്പോൾ ഒരു 18,60,000 രൂപ കൈ കാണും. കൊള്ളാം എന്ന് പറയണം. അങ്ങനെ ആയിരിക്കും ഇനി. അല്ലാതെ 10 വർഷം കഠിനതടവിന് ശിക്ഷിച്ചെന്ന് പറയേണ്ട കാര്യമില്ല എന്നാണ് ഒരാൾ വളരെ രസകരമായ ഒരു രീതിയിലുള്ള ഒരു കമൻറ്റ്. അപ്പോൾ ഇത് കൂട്ടണം ഇനി. അതായത് ജീവപര്യന്തം തടവൊക്കെ ആകുമ്പോൾ ഇത് കൂടും. വർഷങ്ങളനുസരിച്ച് ഇത് കൂടിക്കൊണ്ടിരിക്കത്തില്ലേ. പിന്നെ ചിലരുടെ രസകരമായ കമൻറ്റുകൾ വന്നു, അത് പറയാതിരിക്കാനും നിർവാഹമില്ലതുകൊണ്ടാണ്. ഇത് മാത്രം പോരാ, ഇങ്ങനെ കൂട്ടിയാൽ പോരാ, ഇവർക്ക് പെൻഷൻ കൊടുക്കണം. കാരണം അവൻ്റെ ആയുസ്സിൽ നല്ലൊരു ഭാഗം ജയിലിൽ കിടന്ന് വളരെ അധികം നമുക്ക് വലിയ സർവീസല്ലേ, ജയിലിൽ കിടന്ന് നമ്മളെയൊക്കെ സഹായിച്ചതല്ലേ, ജയിലിൽ കിടന്ന് അതുപോലെ കഷ്ടപ്പെട്ടു, അങ്ങനെ ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോൾ പിന്നെ ജീവിക്കേണ്ട ശിക്ഷകാലം, അതിന് പെൻഷൻ കൊടുക്കണം. പെൻഷൻ മാത്രമല്ല, PF കൊടുക്കണം. പിന്നെ ഒരു സുഹൃത്ത് എഴുതിയേക്കുന്നത് അതിന് മുൻകാല പ്രാബല്യവും കൂടെ കൊടുക്കണമെന്നാണ്. മുൻകാല പ്രാബല്യം അതും ആലോചിക്കാവുന്നതാണ്. കാരണം ഇവർ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്യേണ്ടതാണ്. പിന്നെ ഇത് മാത്രമല്ല, വേറെ അപ്പോൾ ഒരു സഖാവ് എഴുതിയേക്കുകയാണ്, ഇത് ഞാൻ പറയുന്നതൊക്കെ വിവരക്കേടാണ്, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആശമാർക്ക് ജോലി എന്ന് പറയുന്നത് രാവിലെ ഒരു വൈകുന്നേരം വരുന്നില്ല, അവർക്ക് ഇവരെ പണി കഴിഞ്ഞ് വേറെ ജോലിക്ക് പോകാം. അത് ശരിയാണ്, അവർ ജയിലിൽ കിടക്കല്ല, അവർക്ക് വേറെ ജോലിക്കൊക്കെ പോകാം, കുഴപ്പമൊന്നുമില്ല. ഏതാശയം എവിടാ ജോലിക്ക് പോകുന്നേ? സുഹൃത്തെ, നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ തലയിൽ നിങ്ങളിത് അടിച്ചു കയറ്റി വെക്കുന്നതല്ലാതെ നിങ്ങൾക്ക് തലയിൽ എന്തെങ്കിലും ഉണ്ടോ? ഒരു ഓളം പോലും തലയിലില്ല. അങ്ങനെ ഇല്ലാത്തവന്മാർ ഇതേ പറയുള്ളൂ. അതിന് ഞാൻ മറുപടി പറയേണ്ട കാര്യം തന്നെ ഇല്ല. എന്നിട്ട് അയാൾ എഴുതിയേക്കാണ്, ജയിലിൽ കിടന്ന് ഇവർക്ക് നല്ല ഭക്ഷണം 3 നേരം കിട്ടുമെന്ന് പറയല്ലോ. 3 നേരം കിട്ടും, വയറ് നിറച്ച് ഭക്ഷണം കിട്ടും. പക്ഷേ അത് അവരെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഭക്ഷണമല്ലല്ലോ കിട്ടുന്നത്. അത് സത്യമാണ്. അവരെ ടേസ്റ്റ് അനുസരിച്ച് ഇനി സ്വിഗ്ഗി, സൊമാറ്റോ എന്നൊക്കെ ഓർഡർ ചെയ്ത് അവർക്ക് ഫുഡ് ഏതെങ്കിലും നല്ല വലിയ ഹോട്ടലുകളിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. ചിലപ്പോൾ ശരിയായിരിക്കും, ചിലർക്ക് ഇതേപോലെ കോഴി ചുട്ടത്, അൽഫാം മുതലായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അത് ചിലപ്പോൾ ജയിലിൽ കാണത്തില്ല. അതവർക്ക് പുറത്തുനിന്ന് വരുത്തി കൊടുക്കണം. അങ്ങനെ ചെയ്യണം. ശരിയാണ്, നിങ്ങളുടെ അഭിപ്രായം ശരിയാ. എന്തായാലും നല്ല 1-ാം തരം സഖാവാണ് നിങ്ങൾ, അത് മനസ്സിലായി. നിങ്ങൾ ഈ ഭരണകൂടത്തിന് പറ്റിയ സഖാവ് തന്നെ.
ഇതുപോലെയുള്ളവന്മാരാണല്ലോ നമ്മുടെ നാട്ടിലുള്ളതെന്ന് ആലോചിച്ച് എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട്. പിന്നെ ചിലർക്ക് ഞാൻ ഇറങ്ങിപ്പോയി ഇതിന് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുക്കണം. അതെൻ്റെ ജോലിയല്ല. ഞാനിത് നിങ്ങളെയൊക്കെ ബോധവൽക്കരിച്ചത് എന്തിനാണെന്നറിയോ? ആളുകൾ പ്രതികരിക്കണമെന്നാണ് ഞാൻ എഴുതിയേക്കുന്നത്. അത് വായിച്ചു നോക്കണം. അതിൻ്റെ ടൈറ്റിൽ ജനങ്ങളെ മനസ്സിലാക്കണം, തിരിച്ചറിയണം. എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. നിങ്ങൾക്ക് ഇത് ഹൈക്കോടതിയൊക്കെ സമീപിക്കാവുന്നതാണ്. ഒരു മുൻ ജഡ്ജി എന്നുള്ള നിലയ്ക്ക് അതെൻ്റെ ജോലിയൊന്നുമല്ല. പിന്നെ എനിക്ക് പെൻഷൻ കിട്ടുന്നില്ലോ എന്ന് ചോദിക്കുന്ന സഹാക്കളുണ്ട്. കിട്ടുന്നുണ്ട് സഹാക്കളെ, പെൻഷൻ കിട്ടുന്ന ആ പെൻഷൻ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഈ പെൻഷനും അത് കൂടാതെ ഇഷ്ടംപോലെ പണം വാങ്ങിച്ച് വേറെ പണി ചെയ്യുന്ന ജഡ്ജിമാരും റിട്ടയർ ചെയ്തവരുണ്ട്. ആ കൂട്ടത്തിലൊന്നും ഞാനില്ലല്ലോ. എനിക്ക് ജോലി ചെയ്ത് ഇത്രയും വർഷത്തേക്കുള്ള പെൻഷൻ എനിക്ക് കിട്ടുന്നത്, എനിക്ക് ജീവിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തടവുള്ളി ഇറങ്ങി വന്നാൽ മിക്കവാറും അവർക്ക് കൂടി പെൻഷൻ കൊടുക്കണം. കാരണം ജീവപര്യന്തം തടവും എല്ലാം കഴിഞ്ഞൊരുത്തം വരുമ്പം അവശനായിരിക്കും, ബുദ്ധിമുട്ടൊക്കെ കാണും. അപ്പോൾ കൊടുക്കണം. എന്നിട്ട് വേറെ ഒരാളെ സഖാവ് എഴുതിയേക്കുന്നത് ഇത് അവരുടെ വീട്ടുകാർക്കെങ്കിലും ഉപകാരപ്പെടത്തില്ലെന്ന്. അത് ശരിയാ. വീട്ടുകാർക്ക് ഉപകാരപ്പെടാനാ വല്ലവനെയും തല്ലി കൊന്നിട്ട് ജയിലിൽ പോകണം, അല്ലെങ്കിൽ കുത്തി കൊന്നിട്ട് വെട്ടി കൊന്നിട്ട് ജയിലിൽ പോകണം. അപ്പോൾ അവൻ്റെ വീട്ടുകാർക്ക് ഉപകാരപ്പെടുമല്ലോ. ഇവിടെ കൊള്ളരുതാത്തവനാണ് അവൻ, അവിടെ ജയിലിൽ പോയി കിടന്നോളും. അപ്പോൾ ബാക്കിയുള്ള നമ്മളെല്ലാം ശമ്പളം കൊടുത്ത് അതിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്ത് നമ്മുടെ നികുതിപ്പണത്തിൽ നിന്നുള്ള കാശും കൊടുത്ത് അവന് സുഖമായിട്ട് താമസിക്കാൻ വിടണം. ഇതൊക്കെ പറയുന്നവന്മാരുടെ അടുത്ത് മറുപടി പറയേണ്ട കാര്യമില്ല, ഉണ്ടായിട്ടല്ല. എന്നാലും ഇത് കാണുമ്പോൾ ഉള്ള ഒരു ധാർമ്മിക രോക്ഷം ഉണ്ടാവുമല്ലോ നമുക്ക്, അതേ ഉള്ളൂ. പിന്നെ ഞാനിരുന്ന് ഇങ്ങനൊന്നും പറയാതെ ഞാൻ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന്, അതിനൊക്കെയല്ലേ നിങ്ങളൊക്കെ ഉള്ളേ? അതല്ലേ ഞാൻ പറഞ്ഞിറങ്ങണമെന്ന്. അല്ലാതെ ഈ വയസ്സുകാലത്ത് ഞാൻ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോ ഇറങ്ങി പ്രവർത്തിക്കും? യവന്മാർ എന്നെ കുത്തി കൊല്ലും വെട്ടിക്കൊല്ലാനും വരണം, അതാണോ വേണ്ടത്? വളരെ രസകരമായ കാര്യങ്ങൾ ഞാൻ കാണാറുണ്ട്. അവർക്ക് ജയിലിൽ കുടുംബജീവിതം ഇല്ലല്ലോ എന്ന് ഒരുത്തി എഴുതിയിട്ടുണ്ട്. അതും കൂടെ ഉണ്ടാക്കി കൊടുക്കണം, അതാ വേണ്ടത് ഇവന്മാർക്ക്, കുടുംബജീവിതം. ഇന്നലെ ഒരുത്തൻ്റെ കയ്യിൽ ചരട് കെട്ടിയപ്പോൾ അത് ജയിൽ മാനുവൽ അനുസരിച്ച് തെറ്റാണ്, ചെയ്യാൻ പാടില്ല എന്ന് പോയി ജയിലറോ വാർഡനോ ഒക്കെ കൂടെ പറഞ്ഞു കഴിച്ചപ്പോൾ എന്താണെന്നറിയോ അവരുടെ അടുത്ത് പറഞ്ഞേ? നിന്റെ വീട്ടുകാരെ മുഴുവൻ വെട്ടിക്കൊല്ലും എന്നുള്ളതാണ്. അത് പറഞ്ഞേക്കുന്ന ആരാ? കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ ഒരു ക്രിമിനലാണ്, ചന്ദ്രശേഖരൻ വധക്കേസിലൊക്കെ ഒരു പ്രതിയാണ് കേട്ടോ. അയാൾ പറഞ്ഞേക്കുന്ന വർത്തമാനം, അയാൾക്കെതിരെ കേസും കൊടുത്തിട്ടുണ്ട്, കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇനി ഇവന്മാർക്ക് കുടുംബജീവിതം ഇല്ല. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നേ, ഞാൻ ഇരുന്ന ഒരു സെൻറ്ററിൽ, ഈ അവിടുത്തെ സെൻട്രൽ ജയിലിൻ്റെ ഒരു സൂപ്പർവിഷൻ ഉണ്ട് ജില്ലാ ജഡ്ജിക്ക്. അപ്പോൾ എനിക്ക് എൻ്റെ കൂടെ വന്ന എൻ്റെ ഡെഫേദാർ എനിക്ക് പറഞ്ഞു തന്ന ഒരു തമാശയായിട്ടുള്ള കാര്യം, ഡെഫേദാരും ഉണ്ട് ഡ്രൈവറും, അവർ പറഞ്ഞു തന്ന ഒരു കാര്യം എൻ്റെ ഓർമ്മ വരുന്നു. ഇതേപോലെ ഞാൻ ഇരുന്നതിന് കുറച്ച് കാലം മുമ്പിരുന്ന ജഡ്ജി ഇതുപോലെ അവിടെ ചെന്നു, സെൻട്രൽ ജയിലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം അവിടുത്തെ ഇനി പരാതികൾ ആർക്കെങ്കിലും ഉണ്ടോ? പുള്ളി വളരെ കാര്യമായിട്ടൊക്കെ നടത്താമെന്ന് വിചാരിച്ച് ചോദിച്ചതായിട്ടോ. അപ്പം ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരും ഒന്നും ആദ്യം അനങ്ങിയില്ല. അന്നേരം കാറിനകത്ത് കയറി വരാൻ നേരത്ത് ഒരു തടവുള്ളി, സാറേ എനിക്കൊരു പരാതി പറയാനുണ്ട്. വന്നോണ്ടാണ്. എന്താ കാര്യം? സാറേ, ഇവിടെ ഈ പുരുഷന്മാരെയും സ്ത്രീകളെയും പ്രത്യേകം അവർ രണ്ട് സ്ഥലത്തായിട്ടാണ് പാർപ്പിക്കുന്നത്, അത് ശരിയാണോ? അവരെ ഒന്നിപ്പിച്ച് പാർപ്പിച്ചാൽ പോരെ? ഈ ജഡ്ജി ജീവനും കൊണ്ട് കാറിനകത്ത് കയറി പറന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെയുള്ളവന്മാർ ജയിലിൽ കിടപ്പുണ്ട്. ആ ജയിലിൽ കിടക്കുന്നവന്മാരെ കഴിയും വൃത്തികെട്ടവന്മാരാണ് ഇതേപോലുള്ള അഭിപ്രായം പറയുന്നതും കമൻ്റ് ഇടുന്നതും. നാണമില്ല ഇതിനൊക്കെ? ഒരു നല്ല കാര്യം കേട്ടാൽ നല്ലതായിട്ട് ചിന്തിക്കണം. അത് ആര് പറഞ്ഞു, കമാൽ പാഷ പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം. ഞാൻ സഖാവല്ല, എനിക്ക് രാഷ്ട്രീയമില്ല. പക്ഷേ ഞാൻ പറയുന്നത് അത് ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അല്ലാതെ ഞാൻ പറഞ്ഞതുകൊണ്ട് അത് വലിയ കുഴപ്പമായിപ്പോയി എന്ന് ചിന്തിക്കണ്ട. വേറൊരാൾ പറഞ്ഞു ഇതൊക്കെ ചായക്കടയിൽ രാവിലെ സംസാരിച്ച കാര്യം തന്നെയാണത്, അതുകൊണ്ട് അത് പുതിയതായിട്ടൊരു വീഡിയോയുടെ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട സുഹൃത്തെ, എനിക്കൊരു നിർബന്ധമില്ല, കേൾക്കണ്ട. ഇത് നിങ്ങളെപ്പോലുള്ള വലിയ ബുദ്ധിജീവികൾക്കല്ല, ഞാനിത് പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ഒക്കെ വേണ്ടി പറയുന്നതാണ്. അതിനകത്ത് എനിക്കൊരു തെറ്റും തോന്നുന്നില്ല, ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കേൾക്കുമ്പോൾ ഇതിനകത്ത് ഇച്ചിരി സങ്കടം ഉണ്ടാവും സഹാക്കൾക്ക്. അതിനകത്ത് നിങ്ങൾക്ക് നാണമില്ലേ ഇതുപോലെ ഈ ഗവൺമെൻറ്റിനെ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ? അപ്പോൾ പറയാം കർണാടകയിൽ നേരത്തെ കൂട്ടി കൊടുക്കുന്നു. കർണാടകയിൽ കൊടുക്കുന്നത് അവിടെ കൊടുത്തോട്ടെ, എനിക്കറിഞ്ഞോ കർണാടകയിൽ എത്ര രൂപയാണ് കൊടുക്കുന്നത് അവിടെ കൊടുത്തോട്ടെ. ആ സംസ്ഥാനത്തിന് അതിനുള്ള കഴിവ് കാണും. ഇവിടെ ഇതില്ല, ഇവിടെ പട്ടിണി പാവങ്ങളുള്ള സ്ഥലം, ഇവിടെ ട്രഷറി വറ്റി വരണ്ടിരിക്കുന്ന ട്രഷറി എന്ന് പറഞ്ഞിട്ടാണ് പുതിയ കാറ് മന്ത്രിക്ക് വാങ്ങിക്കാനും അതിനും ഇതിനും പിന്നെ
വിദേശയാത്രയ്ക്കും എല്ലാം ഇഷ്ടം പോലെ കോടിക്കണക്കിനെടുത്ത് പെരുമാറുന്നത്. ഇവിടെ ആശമാർക്ക് ശമ്പളം കൊടുക്കാൻ പൈസയില്ല. വേറൊരു സഹോദരൻ എഴുതി കണ്ടപ്പോൾ ഒരു സങ്കടം വന്നു. അയാളുടെ ഭാര്യ MA ലിറ്ററേച്ചർ കഴിഞ്ഞതാണ്. MA ലിറ്ററേച്ചർ, MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറും, അത് കഴിഞ്ഞ് BEdും, അത് കഴിഞ്ഞ് സെറ്റും പാസ്സായതാണ്. ഒരു ചെറിയ ഒരു ജോലി, അതായത് ഇത് കാഷ്വൽ വേജസ് ആണ്, ഡെയിലി വേജസിലൊരു ജോലി, ദിവസം 630 രൂപയാണ് ശമ്പളം. അതായത് ഈ തടവുള്ളിക്ക് കിട്ടുന്ന ഇന്നും 10 രൂപ. പക്ഷെ അവർക്ക് ചാപ്പാടൊന്നുമില്ല. എന്നിട്ട് അവർ കമ്പ്യൂട്ടറിലെ ജോലിയെല്ലാം ചെയ്യണം, കുന്നും മലയും കയറി ഇറങ്ങണം, ഇതെല്ലാം ഈ പണിയെല്ലാം ഉണ്ട്. രാവിലെ മുതൽ 9 മുതൽ 5 വരെ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന കാശാണ് ഞാൻ പറഞ്ഞത്. എന്ത് സങ്കടകരമാണെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ നമ്മുടെ സംസ്ഥാനത്തെ സ്ഥിതിവിശേഷം. ഇത് മാത്രമോ, വേറെ വർക്കേഴ്സ് വേറെ കുറേ പേരുണ്ട് പഞ്ചായത്തിലൊക്കെ ജോലി ചെയ്യുന്ന, അവരെ യഥാർത്ഥത്തിൽ കാഷ്വൽ വേജസ് കണക്കാക്കി ജോലി ചെയ്യിപ്പിക്കുന്ന വളരെ വലിയ വിഭാഗമുണ്ട്. അവരെൻ്റെ അടുത്ത് വന്നിരുന്നത്. അവർക്ക് ഉള്ള വേതനം എത്താൻ കഴിയും 433 രൂപ. അവരും ഇത് ജയിലിൽ കിടക്കുന്നതല്ലേ ഭേദമെന്ന് ചോദിച്ചാൽ അതിനെന്തോ മറുപടി പറയും. ഇത് മാത്രമൊന്നുമല്ല, ഒരു ലൈബ്രറിയൻ നമ്മുടെ എല്ലാം ബോധവൽക്കരിക്കേണ്ടതാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അവർ. ലൈബ്രറിയൻ പ്രതിമാസം ശമ്പളം എത്ര എന്നറിയോ? അന്വേഷിച്ച് നോക്കിക്കോളൂ, 4000 രൂപ. ഇതാണ്. നേരെ മറിച്ച് വല്ലവനും വെട്ടിക്കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കുന്നവന് കിട്ടുന്നത് 18,600 രൂപ പ്രതിമാസം. കൊള്ളാം, നല്ലതല്ലേ, നന്നായിരിക്കട്ടെ. ഇനി ഇതിനും കൂടെ എന്നെ ചീത്ത പറഞ്ഞോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. മറ്റൊരു പ്രേക്ഷകൻ എഴുതിയത് ഒരു ശരിയായ ഒരു കാര്യം, സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ്. സാർ, ഇത് ഇവരുടെ ശമ്പളം ഈ കൂട്ടിക്കൊടുക്കാനുള്ള ഈ തീരുമാനം എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു കാര്യമാണ്. ഇത് വലിയ ചർച്ചകൾ ഒഴിവാക്കി ഇതിലെ ചെറിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടാൻ ചെയ്യുന്ന ഒരു പണിയാണ്. ശരിയാണ്, സ്വർണ്ണക്കൊള്ളയൊക്കെ കത്തി നിൽക്കല്ലേ ഇപ്പോൾ. ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണ്ണം കെട്ടുകൊണ്ട് പോയത് സഹാക്കന്മാരിപ്പോൾ 4 സഹാക്കളായി ഇപ്പാകത്ത്, ശങ്കരദാസ് ഉൾപ്പെടെ ആയി. അപ്പോൾ ഇവരുടെ കാര്യം ഇനിയിപ്പം അതിനകത്ത് ഞാൻ ഒരു കാര്യം നേരത്തെ പറയാൻ മറന്നുപോയി. ഈ റിമാൻഡ് തടവുകാർക്ക് ഇത് കിട്ടത്തില്ല കേട്ടോ. തടവുകാർക്ക് മാത്രമേ കിട്ടുള്ളൂ, അല്ലാതെ റിമാൻഡ് തടവുകാർക്ക് ഇത് കിട്ടുകയില്ല. ശിക്ഷ അനുഭവിക്കുന്ന തടവുകാർക്ക് മാത്രമേ ഈ വേദനയുള്ളൂ. പക്ഷെ അതിലൊരു ചെറിയ വ്യത്യാസം വരണ്ടേ. ഈ സഖാക്കളൊക്കെ ഇങ്ങനെ റിമാൻഡ് തടവുകാരായിട്ട് ഇങ്ങനെ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അവർക്ക് ചാപ്പാടൊക്കെ കിട്ടും, സുഖവാസമാണ്. മറ്റവർക്കാണെങ്കിൽ ചാപ്പാടുണ്ട്, പിന്നെ വെള്ളത്തിന് കാശ് കൊടുക്കണ്ട, കറണ്ടിന് കാശ് കൊടുക്കണ്ട, ഇതൊന്നുമില്ല. ഇത് എല്ലാ സൗകര്യങ്ങളും കിട്ടും. നല്ല ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടിയും എല്ലാം ഉണ്ട്, കിട്ടും. മട്ടൺ ഉൾപ്പെടെയുള്ള ആഹാരമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് റിമാൻഡ് തടവുകാർക്ക് അങ്ങനെ അതുപോലുള്ള ആഹാരമൊന്നും അത്രത്തോളം വരുത്തില്ല. എന്നാലും മോശമല്ലാതെ പട്ടിണിയൊന്നും കൂടാതെ കിടക്കാം. പക്ഷെ അവരൊന്നും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സങ്കടമല്ലേ. ഈ സാധാരണ സഹാക്കൾക്ക് ഈ നോക്കുകൂലി എന്ന് പറയുന്നത് അവരുടെ അവകാശമാണ്. അവർക്ക് ഈ നോക്കുകൂലി കൊടുക്കാനുള്ള ഒരു മാർഗം കൂടെ ഉണ്ടാക്കണം. അതിനെക്കുറിച്ച് കൂടെ ഗാഢമായിട്ട് ചിന്തിക്കണം. കാരണം ഈ ഇലക്ഷൻ വരാൻ പോവുമല്ലേ. അപ്പോൾ ഇതുപോലെ കുറേ എണ്ണം റിമാൻഡ് തടവുകാർ കിടപ്പുണ്ട്. അതിനൊക്കെ കൂടെ നോക്കുകൂലി കൊടുക്കാനുള്ള ഒരു മാർഗം കൂടെ ചെയ്യണം. അതേ പറയാനുള്ളൂ.